1 to 3 seconds നമ്മൾ വരയ്ക്കുന്ന അതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട്. ചിത്തുവോ എന്താ ചിത്രം വരയും തുടങ്ങിയോ? ഇത് ചിത്രം വരയ്ക്കല്ല, ഞാനേ അടുത്തതായിട്ട് പ്രിന്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലാണിത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത്. എന്താ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് പ്രിൻറ്റിങ് പിടിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മൾ ലാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ലാമിനേഷൻ നല്ല ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റോട് കൂടിയാണ് ആ റോ മെറ്റീരിയൽ വരിക. എന്നാൽ ചില സമയത്ത് റോ മെറ്റീരിയൽ ട്രീറ്റ്മെൻറ്റ് മിസ്സായി പോവുക, അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ, പ്രിൻറ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ലാമിനേഷനിലാണെങ്കിലും. പ്രിൻറ്റിങ്ങിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. അത് എന്തായാലും ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ മാർക്കർ എന്ത് മാർക്കറാ? സാധാരണ മാർക്കർ തന്നെ? അല്ലല്ല, ഇതൊരു സാധാരണ നമ്മൾ പെർമനന്റ് മാർക്കർ പോലത്തെ ഒരു മാർക്കർ അല്ല. ഇത് ഒരു ട്രീറ്റ്മെന്റ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കറാണ്. ഡൈൻ ലെവൽ മെഷർമെന്റ് എന്നാണ് ഇതിന് പറയാം. നമ്മൾ ട്രീറ്റ്മെന്റ് മാർക്കർ എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. നമ്മൾക്ക് ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഗ്രേഡുകളുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് 38 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറാണ്. 38 നമ്പർ ഗ്രേഡാണ് ഉപയോഗിക്കുക. മെറ്റീരിയലിന്റെ ക്യാരക്ടറിനനുസരിച്ച് നമുക്ക് ഇതിൽ പലതും ഉപയോഗിക്കേണ്ടി വരും. ഇതിന് ഏകദേശം അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 700 രൂപ 800 രൂപയോളം കോസ്റ്റ് വരും. അപ്പോൾ ഇത് ഈ വരച്ചത് എന്തിനാണ്? അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അതൊരു 1 to 3 seconds നമ്മൾ വരയ്ക്കുന്ന അതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട്. അല്ല ഇനി ഇത് ഒരു 3 സെക്കൻഡിനുള്ളിൽ തന്നെ അത് പ്രിൻ്റ് അങ്ങോട്ട് ചുരുങ്ങി പോവുകയാണെങ്കിൽ, നമ്മൾ വരയ്ക്കുന്നത് എന്താണോ അതാണ് ചുരുങ്ങി പോയി കഴിഞ്ഞാൽ അതിൽ ട്രീറ്റ്മെൻറ്റ് ഒട്ടും പെർഫെക്റ്റ് അല്ല. അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് നല്ല റിസൾട്ട് തരില്ല. അങ്ങനത്തെ സാധനങ്ങൾ എന്താ ചെയ്യുക? അങ്ങനത്തെ സാധനങ്ങൾ റിജക്റ്റ് ചെയ്യും, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഈ ടെസ്റ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ടെസ്റ്റ് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ആ റോ മെറ്റീരിയൽ മെഷീനിൽ സെറ്റ് ചെയ്തിട്ട് പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇപ്പോൾ ഇതാണ് പ്രിന്റിങ്ങിന് ഇത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആയ മെറ്റീരിയലാണ്. ഇത് ഓൾറെഡി പ്രിന്റിങ്ങിന് മെഷീനിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.